Happy birthday to you. Happy birthday to you. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമോ ഇതൊരു കേക്കാണെന്ന്? പക്ഷേ ഇതൊരു കേക്കല്ല കേട്ടോ. ഞാനീ മുറിക്കുന്നത് ഒരു കേക്കേ അല്ല. ഇതാണ് നമ്മുടെ പുതിയ വെർഷൻ ബിരിയാണി, പർദ ബിരിയാണി. പർദ ബിരിയാണിക്ക് കുറച്ച് ഗ്ലാമർ കൂട്ടാൻ വേണ്ടി ഞാനൊരു ഹൈദരാബാദി ടച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ നല്ല കിടിലം പർദ ബിരിയാണി. സംഭവം വെറൈറ്റി ആണ് കേട്ടോ. നല്ല കിടിലൻ റെസിപ്പിയാണ്. നമ്മുടെ ദം ബിരിയാണിക്കൊരു പുതിയ വെർഷനും കൂടിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ പീസ് പട്ടയും ഒരു 7 ഗ്രാമ്പുവും 6 ഏലക്കായും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 വയനയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനും ഇതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ റൈസ് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ കുക്ക് ചെയ്യണം. നമ്മൾ ഈ റൈസ് ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ, വെള്ളം വറ്റിച്ചൊന്നുമല്ല എടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു 6 സവാള വറുത്തെടുത്താണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗാർണിഷ് ചെയ്യാനുള്ള മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. ഇതിനായിട്ട് ഒരു ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ സാജീരകം, ഒരു വലിയ പട്ട, ഒരു 6 ഏലക്കായ, ഒരു 7 ഗ്രാമ്പു, ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളവർക്ക് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സവാളയാണ്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് ചെറുതായി മുറിച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മസാല നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഹാഫ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത് വെച്ചിരുന്നതിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഈ അരപ്പൊന്ന് നന്നായിട്ട് പിടിക്കണം. ഇനി ഇത് ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു 2 ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരൊക്കെ എല്ലായിടവും നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 1/4 ഭാഗം വേവാകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പും 1 ടീസ്പൂൺ ബദാമും കൂടി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ചിക്കൻ പൊടിയാണ്ട് നോക്കണം. വളരെ പയ്യെ മാത്രം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒന്ന് കുറുകി വരട്ടെ. ഇനി നമുക്ക് റൈസിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ട്, നമ്മളത് നന്നായിട്ട് ഊറ്റിയെടുത്താണ്, വെള്ളം വറ്റിച്ചൊന്നും എടുത്തല്ല. ഈ ചെറുതായിട്ട് ഈ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹാഫ് പാർട്ട് മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ,
ബാക്കി ഹാഫ് പാർട്ട് നമ്മൾ മസാല ചേർത്തതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഈ റൈസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് പാലിൽ നമ്മളൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. നിങ്ങൾക്ക് കുങ്കുമപ്പൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരം ഇവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി മാറ്റി വെച്ചിരുന്ന റൈസും കൂടി ഇതിന് മേലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് നെയ്യും നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പാലില്ലേ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്കൊന്ന് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മാക്കി എടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്കൊരു ബാക്കി വന്നിരുന്ന മസാലയില്ലേ നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ച് വെച്ചിരുന്ന അതും കൂടി ഈ റൈസിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആ റൈസിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെച്ചിരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മെല്ലെ വെതറി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഈ എയർ പോകാതിരിക്കാനായിട്ട് ഈ ഹോളിൽ ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവി അതിനകത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയുടെയൊക്കെ ഒരു കിടിലൻ ഫ്ലേവറാണ് കേട്ടോ. ഈ മസാലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പർദ്ദ റെഡിയാക്കാനായിട്ട് നമ്മളൊരു 2 കപ്പ് മൈദയും ഒരു ടീസ്പൂൺ കരിഞ്ജീരകവും 1 ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്ത് മൈദ നമ്മൾ 1 മണിക്കൂർ നേരം കുഴച്ച് വെച്ചിരുന്നു. ഇനി കുഴച്ച് വെച്ച മൈദ നമ്മൾ നന്നായിട്ട് അങ്ങ് പരത്തിയെടുത്തിട്ട് നമ്മളിതൊരു പാനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂട് റൈസ് ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ ഹൈദരാബാദി റൈസ്, ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ. പിന്നെ കുറേശ്ശെ റൈസും കുറേശ്ശെ ചിക്കൻ പീസസും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണി അല്ലേ, ഒരു മുട്ട കൂടി ഇരുന്നോട്ടെ ഒരു ഭംഗിക്ക്. അപ്പോൾ ഈ മുട്ട കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. വളരെ ക്ഷമയോടുകൂടി മാത്രം ക്ലോസ് ചെയ്താലും മതി, ഇത് പൊട്ടിപ്പോവാണ്ട് നോക്കണം. നമുക്ക് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡ്സും ഇങ്ങനെ നല്ലതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് മുകളിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നോൺ സ്റ്റിക്കെല്ലാം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ 10 മിനിറ്റ് ശേഷം നമുക്കിതൊരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, കേക്ക് പോലെ ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ പർദ്ദ ബിരിയാണി. ഇനി നമുക്കൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കണ്ടേ. അപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു ഗ്ലാമർ അല്ലേ. ഇതൊക്കെയാണ് ബിരിയാണി. നമ്മുടെ ഹൈദരാബാദി ടച്ചും കൂടി വരുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റായി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയും നമ്മുടെ പർദ്ദ ബിരിയാണിയും കൂടെ മിക്സ് ചെയ്ത വേർഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മൾ നോർമൽ ദമ്മെടുപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ ഒരു നല്ല കിടില മണമല്ലേ, അതിന് ഡബിൾ ഇരട്ടി സ്മെല്ലാട്ടോ ഇതൊന്ന് മുറിച്ചെടുക്കുമ്പോഴേക്കും. നമുക്ക് പറയാനൊക്കില്ല, ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം, നല്ല കിടില റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.